ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. എൻ്റെ ചാനൽ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടു. അത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ കളർ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലരും കണ്ടിട്ടില്ല. അത് കാരണം ഒരുപാട് പേർക്ക് സംശയങ്ങളും ഉണ്ടായിരുന്നു. അതിലൊരാൾ ചോദിച്ചത് ഒരാളല്ല, ഒന്ന് രണ്ട് പേര് ചോദിച്ചു ഹെന്ന ഇതിൽ ആഡ് ചെയ്യാവുന്നു. ഞാൻ ഹെന്ന ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അത് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ 100% എനിക്ക് റിസൾട്ട് കിട്ടിയതും ഞാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 100% എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ഇതിലിടുകയുള്ളൂ. അത് കാരണം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ധൈര്യമായിട്ട് വിശ്വസിക്കുകയും ചെയ്യാം, പരീക്ഷിച്ച് നോക്കുകയും ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെന്ന ഉപയോഗിച്ചുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. അപൂർവമായിട്ട് കിട്ടിയതാണത്. എൻ്റെ ഒരു കസിൻ വയനാട്ടിലുണ്ട്. ആ കസിന് ഒരു ആദിവാസി വൈദ്യരുടെ കയ്യിൽ നിന്ന് ചോർന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണിത്. ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ വൈദ്യന്മാർ അവരുടെ മരുന്നുകളുടെ കൂട്ട് യാതൊരു കാരണവശാലും പുറമേ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഇത് കിട്ടിയത് അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ വഴി ലീക്കായി കിട്ടിയതാണ് ഈ കൂട്ടിൻ്റെ റെസിപ്പി, ഈ റെസിപ്പിയുടെ കൂട്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് വീഡിയോ ചെയ്യുകയാണ്. ഈ റെസിപ്പി എന്ന് പറയുന്നത് വെറുതെ ഹെന്നയും അല്ലെങ്കിൽ ചായയിലും മാത്രം കൂട്ടിയിട്ടുള്ളൊരു നാച്ചുറൽ ഹെയർ ഡൈ അല്ല. ഇതിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരു മാസം വരെ കളറിന് ഒരു മങ്ങൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന കുറച്ചധികം ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അത് ഹെയറിന് കളർ കൊടുക്കുക മാത്രമല്ല, നമ്മുടെ തലയ്ക്കും തലമുടിക്കും നമ്മുടെ തലച്ചോറിനടക്കം ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതൊക്കെ. അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളാണ്. പച്ചമരുന്ന് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഡൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പച്ചമരുന്ന് കടയിൽ പൊടിയായിട്ട് അല്ലെങ്കിൽ പിന്നെ മെറ്റീരിയലായിട്ട് മേടിക്കാൻ കിട്ടും. നമുക്കിപ്പോൾ ഒറിജിനൽ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചുകൊണ്ടൊന്ന് പൊടിപ്പിച്ചാലും മതി. ഇല്ലെങ്കിൽ പൊടിയായിട്ട് മേടിക്കുക, അതും പച്ചമരുന്ന് കടയിൽ നിന്ന് മാത്രം മേടിക്കുക, എന്നാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഹെന്നയാണെങ്കിൽ ഹെന്ന നിങ്ങൾക്ക് മൈലാഞ്ചി ഇല കിട്ടാനുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് തണലെത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചാൽ അത് ഹെന്നയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ നെല്ലിക്കയാണെങ്കിൽ ചെറിയ നെല്ലിക്ക, നാടൻ നെല്ലിക്ക മേടിച്ചിട്ട് അത് ഉണങ്ങി അതും കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഷ്ണങ്ങളാക്കണം. എന്നിട്ട് തണലത്തിട്ട് ഉണങ്ങിയിട്ട് അത് പൊടിച്ചു വെച്ചാലും മതി. ഇല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി മേടിക്കാൻ കിട്ടും. ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പച്ചമരുന്ന് കടയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് വാങ്ങിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് ഈ ഡൈ ഉപയോഗിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ, ഞാൻ മറ്റേതിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് തേച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. അതുപോലെ തന്നെ ഈ ഡൈ ഉണ്ടാക്കി അപ്പം തന്നെ തേക്കരുത്. ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. ഒരു ദിവസം ഇത് വെളിയിൽ വെക്കണം. ഒരു ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതുപോലെ തന്നെ നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഒരു ദിവസം വെളിയിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. ഇതുപോലെ തന്നെ ജലദോഷം, തുമ്മൽ അങ്ങനെയുള്ളവർക്ക് അത് വരാതിരിക്കാൻ, ഇത് ഉപയോഗിക്കുമ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതും ഒരു ആദിവാസി വൈദ്യൻ്റെ റെമഡിയാണിത്.
അത് രഹസ്യമായിട്ട് ചോർന്ന് കിട്ടിയതാണ്. അത് കാരണം വൈദ്യൻ്റെ പേരൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. രഹസ്യമായിട്ട് ചോർന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇത് തേച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ നിങ്ങൾ താളിയോ അല്ലെങ്കിൽ ചീവയ്ക്ക പൊടിയോ ഇട്ടിട്ട് കഴുകുക. ചീവയ്ക്ക പൊടി വെറുതെ വെള്ളത്തിൽ കുതിർത്തി അല്ലെങ്കിൽ തൈരിൽ കുതിർത്തിയിട്ട് അത് തലയിൽ തേച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകി കളഞ്ഞാലും മതി. ഇല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കുതിർത്തി ചീവയ്ക്കാപ്പൊടി വെള്ളത്തിൽ കുതിർത്തി തലയിൽ തേച്ച് അപ്പോൾ തന്നെ കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ചീവയ്ക്കാപ്പൊടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചീവയ്ക്കാപ്പൊടി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ചീവയ്ക്കാപ്പൊടി ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഇല്ലാത്തവർ താളിപ്പൊടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. കാരണം ഈ ചീവയ്ക്കാപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷാമ്പുവിൻ്റെയും കണ്ടീഷണറുടെയും ഗുണം ചെയ്യുന്നുണ്ട്. മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കും. അതുകൊണ്ട് ഈ ഡൈ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് 1 മാസം വരെ ഇതിൻ്റെ കളർ ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. ഇതെല്ലാവരും ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മുഖത്തെല്ലാം കറുത്ത അടയാളം. ഇത് തുടക്കത്തിൽ എനിക്കും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. മുഖത്തെല്ലാം നമുക്ക് പിഗ്മെന്റേഷൻ പോലെ മുഖത്ത് നിറച്ച് നെറ്റിയുമൊക്കെ നിറച്ച് കറുത്ത അടയാളം വരും. പിന്നെ ചൊറിച്ചിൽ, അലർജി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് കെമിക്കൽ ഡൈ തേക്കുന്നവർക്കുണ്ട്. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു റെമഡിയാണ്. അവർക്കെല്ലാം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാട്ടിത്തരാം. ശ്രദ്ധിച്ചോളണം എല്ലാവരും. ഇത് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഇരുമ്പ് ചീനിച്ചട്ടി മാത്രമേ ഈ ഡൈക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ആദ്യം ഹെന്ന പൗഡർ ഇടാം. ഹെന്ന പൗഡർ എപ്പോഴും നമ്മൾ പച്ചമരുന്ന് കടകളിൽ നിന്ന് മേടിക്കാവുള്ളൂ. ഇതിൽ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ. ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ. ഇനി നെല്ലിക്കപ്പൊടി. ഈ ഹെന്ന പൗഡർ പിന്നെ മൈലാഞ്ചി ഇല കിട്ടാനുള്ളവർ മൈലാഞ്ചി ഇല പൊട്ടിച്ച് തണലെടുത്തിട്ട് ഉണങ്ങി പൊടിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ പച്ചമരുന്ന് കടകളിൽ നിന്ന് മാത്രമേ ഹെന്നപ്പൊടി മേടിക്കാവുള്ളൂ. ഇനി നെല്ലിക്കാപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി. നെല്ലിക്ക നമുക്ക് തണലത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തണലത്തിട്ട് ഉണങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി. ഇനി ബീറ്റ്റൂട്ട് അരച്ചത്. ഇത് ഒരു ചെറിയ ബീറ്റ്റൂട്ട് അരച്ചതാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതായത് ജലദോഷം, പിന്നെ നീർവീഴ്ച, ജലദോഷവും നീർക്കെട്ടുമൊക്കെ ഉള്ളവർക്ക് ചേർക്കേണ്ട ഒരു പൊടിയാണിത്. ത്രിഫല കണ്ട, ത്രിഫല ചൂർണം നമുക്ക് ആയുർവേദ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ത്രിഫല ചൂർണം ഇത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ഇത് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ജലദോഷം തുമ്മലും ഒക്കെ ഉള്ളവർക്ക് ഇത് തേക്കുമ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്. 2 ടേബിൾ സ്പൂൺ തൈര്.
ഇനി കല്ലുപ്പ്, ഒരു നുള്ള് കല്ലുപ്പ്. ഈ കളറ് നമ്മുടെ മുടിയിൽ നല്ലോണം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ഇടേണ്ട ആവശ്യമില്ല. ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് 4 ടേബിൾ സ്പൂൺ ചായയിലയും 2 ടേബിൾ സ്പൂൺ പൊടിച്ച കരിഞ്ജീരകം അല്ലെങ്കിൽ ചതച്ച കരിഞ്ജീരകം കൂടെ ഇട്ട് തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചെടുത്തത്. അപ്പം നമ്മൾ 1 കപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് 1/2 കപ്പായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ചൂടാറ്റണം. ചെറു ചൂട്ടോട് കൂടി, തിളച്ച വഴി ഒഴിക്കരുത്, ചെറു ചൂട്ടോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അതായത് 4 ടേബിൾ സ്പൂൺ ചായയിലയും 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചതച്ചതും കൂടെ 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് 1/2 കപ്പാക്കി വറ്റിച്ച് ചെറു ചൂട്ടോട് കൂടിയിട്ട് അരിച്ചെടുത്തതാണിത്. തേയില അങ്ങനെ തന്നെ ഒഴിക്കരുത്, അരിപ്പയിൽ അരിച്ചെടുത്തതാണ് ഇത്. ചെറു ചൂടുണ്ട്. ഇനി ഇതിൽ നമുക്കിത് ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇത് നല്ല പോലെ മിക്സ് ആവണം, എല്ലാം കൂടി നല്ല പോലെ മിക്സ് ആവണം. ഇത് മുടിയിൽ കളർ പിടിക്കാൻ മാത്രമല്ല, മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി തഴച്ച് വളരാനും ഈ ഹെന്ന നമുക്ക് ഉപകാരപ്പെടും. ഇപ്പൊ തന്നെ ഇതിന് കറുപ്പ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതും കൂടെ കൂടി മിക്സ് ചെയ്യുക. ഇത് മുടി നരച്ചവർക്കും മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് തേക്കാം. തലയിൽ താരം പോവാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി വളരാനും എല്ലാം നല്ലതാണ് ഈ ഹെന്ന. ഇതാരും ഇതുപോലെ ഈ കൂട്ട് ആരും ഇതിനു മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. കാരണം ഇത് രഹസ്യ കൂട്ടാണ്, രഹസ്യമായിട്ട് തന്നെ ചോർന്ന് കിട്ടിയതാണിത്. കുറച്ചുകൂടെ ലൂസാക്കാം. നാളെ ആകുമ്പോഴേക്കും ഇതൊക്കെ ഈ പൊടിയൊക്കെ ഒന്ന് വെള്ളം കുടിച്ച്, വെള്ളം നല്ലോണം വറ്റും ഇതിൽ. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ തേക്കാൻ നേരത്തെ വീണ്ടും ലൂസാക്കേണ്ടി വരും. ഇത് ഇപ്പോൾ ഉപയോഗിക്കരുത്. ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുക. ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂറെങ്കിലും ഇത്
തയ്യാറാക്കി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിപ്പോ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കോഴിമുട്ടയുടെ വെള്ളയാണ്. കോഴിമുട്ട അങ്ങനെ തന്നെ ചേർക്കരുത്. ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിന്റെ വെള്ള മാത്രം എടുത്ത് ചേർക്കുക. പക്ഷെ അത് ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. നാളെ ഇതിലേക്ക് നമ്മൾ തലയിൽ തേക്കാൻ എടുക്കുന്ന സമയത്ത് ഈ കോഴിമുട്ടയുടെ വെള്ളയും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം തലയിൽ തേക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഇത് വെളിയിൽ വയ്ക്കുക. പിറ്റേ ദിവസം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം എന്തായാലും വെളിയിൽ വെക്കണം. അതിന് ശേഷം നിങ്ങൾക്ക് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇരിക്കുന്നവർക്ക് ഇതിന്റെ കളർ കൂടി കൂടി വരുള്ളൂ. നാളെ ഞാനിത് ഇന്ന് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നാളെ ഞാൻ ഇതിന്റെ കളർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കാണണം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇത് കറുപ്പ് കളറായിട്ടുണ്ട്. നാളെ ആവുമ്പോഴേക്കും ഭയങ്കര ഡാർക്ക് കളറാവും ഇത്. നാളെ ഇതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതും ഓവർനൈറ്റ് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണാം. ഇതിപ്പോ ഹെന്ന ഉപയോഗിച്ചുള്ള നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ഇതില് ഹെന്ന മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ, അതായത് നമ്മുടെ തലയ്ക്കും തലമുടിക്കും തലച്ചോറിനും എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും, മുടി നരച്ചവർക്ക് മാത്രമല്ല, അകാല നരയുള്ളവർക്ക് മാത്രമല്ല, മുടി നരയ്ക്കാത്തവർക്കും ഇത് ഉപയോഗിക്കാം. മുടി വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും തലയിൽ തയർന്നുണ്ടെങ്കിൽ പോകാനും എല്ലാം നല്ലതാണിത്. ഇത് ഞാൻ ഇനി ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ ഇതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇത് അളവെടുക്കുക, അതുപോലെ തന്നെ തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നിയാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.